ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ 45-ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ റൂമറുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 15 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് പരിശോധിക്കാം. ഒന്നാമത്തെ താരം അത് സാവീഞ്ഞോയാണ്. ഈ ബ്രസീലിയൻ താരത്തിൻ്റെ കോൺട്രാക്റ്റ് മാഞ്ചസ്റ്റർ സിറ്റി ദീർഘകാലത്തേക്ക് പുതുക്കുകയാണ്. അതായത് 2031 വരെയുള്ള പുതിയ കരാറിൽ അദ്ദേഹം ഒപ്പുവെക്കും എന്ന കാര്യം ഫാബ്രിസിയോ റൊമാനോ ഉൾപ്പെടെയുള്ളവർ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രസകരമായ കാര്യം എന്തെന്നാൽ കഴിഞ്ഞ സമ്മറിൽ മാഞ്ചസ്റ്റർ സിറ്റി വിടാൻ നിന്ന താരമാണ് സാവീഞ്ഞോ. ടോട്ടൻഹാം അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ അത് ഫലം കാണാതെ പോവുകയായിരുന്നു. എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റി ഇദ്ദേഹത്തെ കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി രണ്ടാമത്തേത് പരിശീലകനായ സാവിയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കാൻ ഇപ്പോൾ ചാവി തയ്യാറാണ്. അദ്ദേഹം പ്രീമിയർ ലീഗിനെ കുറിച്ച് പഠിച്ചു തുടങ്ങി എന്നാണ് ഫാബ്രിസിയോ റൊമാനോ പറഞ്ഞിട്ടുള്ളത്. യുവേഫയുടെ കോമ്പറ്റീഷൻ ഇല്ലെങ്കിലും യുണൈറ്റഡിനെ ഉടനടി ഏറ്റെടുക്കാൻ ചാവി ഇപ്പോൾ ഒരുക്കമാണ്. ഇനി മൂന്നാമത്തേത് ഗുസ്താവോ പ്രാഡോ എന്ന താരമാണ്. ഇന്റർനാസിയോണലിന് വേണ്ടി കളിക്കുന്ന ബ്രസീലിയൻ മധ്യനിര താരമാണ് ഗുസ്താവോ പ്രാഡോ. കേവലം 20 വയസ്സ് മാത്രമുള്ള ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഇംഗ്ലീഷ് ക്ലബ്ബായ ലീഡ്സ് യുണൈറ്റഡ് രംഗത്ത് വന്നിട്ടുണ്ട്. 17 മില്യൺ പൗണ്ടാണ് താരത്തിൻ്റെ ക്ലബ്ബ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. 4 ഫിക്കയോ ടൊമോറിയാണ്. അതായത് പല പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾക്കും ഈ താരത്തെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ AC മിലാൻ ഫിക്കയോ ടൊമോറിയെ കൈവിടാൻ ഒരുക്കമല്ല. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 5 ജാവോ നെവസ് ആണ്. PSG വേണ്ടി ഗംഭീര പ്രകടനം നടത്തുന്ന ഈ പോർച്ചുഗീസ് സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് താല്പര്യമുണ്ട്. പക്ഷേ ക്ലബ്ബ് കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല. താരത്തിന് വേണ്ടിയുള്ള ഏത് ഓഫറുകളും നിരസിക്കാനാണ് PSG ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ഫുട്ബോൾ ഇൻസൈഡർ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ആറാമത്തേത് ബ്രസീലിയൻ സൂപ്പർ താരമായ ഫിലിപ്പെ കൂട്ടിഞ്ഞോയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ ബ്രസീലിയൻ ക്ലബ്ബായ വാസ്കോഡ ഗാമയ്ക്ക് വേണ്ടിയാണ് താരം കളിച്ചുകൊണ്ടിരിക്കുന്നത്. താരത്തെ സ്വന്തമാക്കാൻ പല സൗദി ക്ലബ്ബുകളും രംഗത്ത് വന്നിട്ടുണ്ട്. 3 മില്യൺ പൗണ്ട് ലഭിച്ചു കഴിഞ്ഞാൽ താരത്തെ ഒരുപക്ഷെ ഈ ക്ലബ്ബ് കൈവിട്ടേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ. ഏഴാമത്തെ താരം അത് ഡായോട്ട് ഉപമക്കാനോ. അതായത് ഇദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് വരുന്ന സമ്മറിൽ അവസാനിക്കുകയാണ്. ബയണുമായി അത് പുതുക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. റയൽ മാഡ്രിഡ് പരിഗണിക്കുന്ന താരമാണ് ഈ ഡിഫൻഡർ. ഇപ്പോൾ FC ബാഴ്സലോണ കൂടി ഉപമക്കാനോയെ പരിഗണിക്കുന്നു എന്ന ഒരു റിപ്പോർട്ടാണ് ഫിഷാജസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി എട്ടാമത്തെ താരം അത് ഹാരി കെയ്നാണ്. നല്ല ഒരു സ്ട്രൈക്കറുടെ ആവശ്യകത റയൽ മാഡ്രിഡ് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹാരി കെയ്നിനെ അവർ സീരിയസ് ആയിക്കൊണ്ട് പരിഗണിക്കുന്നു എന്ന റൂമറുകളും റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. 9 ബെർണാഡോ സിൽവ. താരത്തിന്റെ കോൺട്രാക്റ്റ് വരുന്ന സമ്മറിൽ അവസാനിക്കുകയാണ്. നിലവിൽ സൗദി അറേബ്യൻ ക്ലബ്ബുകൾക്ക് ഈ താരത്തെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട്. അദ്ദേഹവും സൗദിയിലേക്ക് പോകുന്ന കാര്യം പരിഗണിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. 10 ബ്രൂണോ ഗുയിമറസ് ആണ്. ഈ താരത്തിൽ ഇപ്പോഴും മാഞ്ചസ്റ്റർ സിറ്റിക്ക് താല്പര്യമുണ്ട്. പക്ഷേ നിലവിൽ ബ്രൂണോ ന്യൂകാസിൽ യുണൈറ്റഡിനകത്ത് ഹാപ്പിയാണ്. ക്ലബ്ബ് വിടാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. 11 മൈക്ക് മൈഗ്നനുമായി ബന്ധപ്പെട്ടതാണ്. അതായത് കഴിഞ്ഞ ക്ലബ്ബ് വേൾഡ് കപ്പിന് മുന്നേ തന്നെ ഈ ഗോൾ കീപ്പർക്ക് വേണ്ടി ചെൽസി ശ്രമിച്ചിരുന്നു. എന്നാൽ അന്ന് അത് ഫലം കാണാതെ പോവുകയായിരുന്നു. പക്ഷേ അവരുടെ താല്പര്യം ഇപ്പോൾ അവസാനിച്ചിട്ടില്ല. വരുന്ന സമ്മറിൽ ഈ ഗോൾ കീപ്പറെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ചെൽസി ഉള്ളത്. ഇനി 12ാമത്തെ താരം അത് റൊണാൾഡ് അരോഹോയാണ്. ഈ പ്രതിരോധ നിര താരത്തിൽ ലിവർപൂളിന് വലിയ താല്പര്യമുണ്ട്. അവരുടെ ഡിഫൻഡറായ കൊനാറ്റെ ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലാണ്. റയൽ മാഡ്രിഡ് അദ്ദേഹത്തെ സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ കൊനാറ്റെ ക്ലബ്ബ് വിട്ട് കഴിഞ്ഞാൽ പകരം അരോഹോയെ കൊണ്ടുവരാനാണ് ലിവർപൂൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് കോട്ട് ഓഫ് സൈഡ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 13 കരീം ബെൻസിമയാണ്. നിലവിൽ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഇത്തിഹാദിന് വേണ്ടിയാണ് ബെൻസിമ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഹൊസെ മൊറീഞ്ഞോക്ക് ഈ മുന്നേറ്റ നിര താരത്തെ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. പോർച്ചുഗീസ് ക്ലബ്ബായ ബെൻഫിക്കയിലാണ് മൊറീഞ്ഞോ ഇപ്പോൾ പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്കയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 14 ജെറാർഡ് ബ്രാന്ത്വൈറ്റ് എന്ന താരമാണ്. അതായത് എവേർട്ടന്റെ കേവലം 23 വയസ്സ് മാത്രമുള്ള പ്രതിരോധ നിര താരമാണ് ജെറാർഡ്. താരത്തെ സ്വന്തമാക്കാൻ ലിവർപൂൾ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നിവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ 65 മില്യൺ പൗണ്ടാണ് അദ്ദേഹത്തിന്റെ വിലയായിക്കൊണ്ട് എവേർട്ടൺ കണ്ടുവച്ചിട്ടുള്ളത്. ഇനി 15ാമത്തെ താരം അത് മേസൺ ഗ്രീൻവുഡ് ആണ്. നിലവിൽ ഫ്രഞ്ച് ക്ലബ്ബായ ഒളിമ്പിക് മാഴ്സേക്ക് വേണ്ടിയാണ് ഗ്രീൻവുഡ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡിന് ഈ താരത്തെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ
ചുരുങ്ങിയത് 65 മില്യൺ പൗണ്ടെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ. ഒളിമ്പിക് മാഴ്സെ കൈവിടാൻ തയ്യാറാകുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ഇങ്ങനെ 15 താരങ്ങളുമായി ബന്ധപ്പെട്ട ട്രാൻസ്ഫർ റൂമറുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.